Warrior shirts and Warrior Vastra ethnic collections. Warrior for the warriors of life. ഈ ഓണം മൈജിക്കൊപ്പം പുതുമയുടെ ആഘോഷമാക്കാം. ഈ ഓണം കളറാക്കാൻ വേൾഡ് ക്ലാസ് ടിവികളുടെ ബെസ്റ്റ് കളക്ഷൻ, ബെസ്റ്റ് വിലക്കുറവ്, ബെസ്റ്റ് EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ. ഇതിനൊക്കെ പുറമെ മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം. BJP പ്രവർത്തകർ ഈ ബാരിക്കേഡിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന കാഴ്ച. ആ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. BJPയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുന്നു. ഇപ്പോൾ തൃശൂരിൽ നിന്നുള്ള കാഴ്ചകളാണ്. BJP ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടിലും പ്രതിഷേധിച്ച് BJPയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. തത്സമയത്തിലേക്ക് ദൃശ്യങ്ങളാണ് കാണുന്നത്. കമ്മീഷണർ ഓഫീസിലേക്കാണ് BJPയുടെ പ്രതിഷേധ മാർച്ച്. പക്ഷേ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ എല്ലാവരും ബാരിക്കേഡിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. BJPയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. കിലോമീറ്ററുകൾക്കപ്പുറം തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അരുൺ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? വലിയ രീതിയിലുള്ള പ്രതിഷേധം. ആയിരക്കണക്കിന് BJP പ്രവർത്തകരാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അവർ അവരുടെ പ്രതിഷേധ സ്വരം അറിയിക്കുകയാണ്. കമ്മീഷണർ ഓഫീസിലേക്കുള്ള BJPയുടെ പ്രതിഷേധ മാർച്ചിനെ പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു. പക്ഷേ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ BJP പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തൃശൂർ നഗരത്തിൽ. പോലീസിന്റെ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന നരനായാട്ടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJP രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ച. BJP പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നു. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നു. അവർ കുങ്കുമഹരിത പതാക ഏന്തിക്കൊണ്ട് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് BJP പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിൽ അണിനിരന്നിട്ടുള്ളത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരേ കാര്യം മാത്രം: തങ്ങളുടെ MP-യുടെ ഓഫീസിന് നേരെയുള്ള അതിക്രമം അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തങ്ങൾക്കാവില്ല. അതിനെ ശക്തമായി ചെറുക്കും, ശക്തമായി ചെറുത്തു തോൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഓരോ BJP പ്രവർത്തകനും പറയുന്നത്. ഏതായാലും ഇപ്പോൾ അവർ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കാണാൻ സാധിക്കും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഈ CPMന്റെ പ്രതിഷേധം BJP ഓഫീസിലേക്ക് നടന്നപ്പോൾ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് തന്നെ സുരേഷ് ഗോപി MP-യുടെ ഓഫീസിന്റെ ഭാഗത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഓഫീസിന്റെ ബോർഡിൽ കരിയോയിലും അതുപോലെ തന്നെ ചെരുപ്പുമാലയും ഒക്കെ തുക്കുമ്പോൾ അതിന് മൗനാനുവാദം നൽകുന്ന കാഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെയൊക്കെ ഈ തൃശ്ശൂരിൽ ഇപ്പോൾ BJPയുടെ മാർച്ചിലേക്ക് വരുമ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് സമാധാനപരമായി നടക്കുന്ന മാർച്ചിന് നേരെ ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുന്നതിന് വേണ്ടി അതൊക്കെ സജ്ജമാക്കിക്കൊണ്ട് നിൽക്കുന്ന പോലീസിനെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഏതായാലും പോലീസിന്റെ ഈ ഇരട്ടത്താപ്പ് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് BJP പ്രവർത്തകർ പറയുന്നത്. ആ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ആ ജലപീരങ്കി പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിന്റെ സൈറൻ മുഴക്കി ഇപ്പോൾ തീർത്തും സമാധാനപരമായ മാർച്ചിന് നേരെ പോലീസിന്റെ അതിക്രമം എന്ന് തന്നെ വേണം പറയാൻ. പോലീസ് തീർത്തും സമാധാനപരമായി നടത്തിയ BJPയുടെ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ച. പോലീസിന്റെ ജലപീരങ്കിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ BJP പ്രവർത്തകർ
ശക്തമായി നിൽക്കുന്ന കാഴ്ച. ഏതായാലും ഈ പോലീസിന്റെ അതിക്രമം അത് അംഗീകരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് BJP പ്രധാനമായിട്ടും പറയുന്നത്. സമാധാനപരമായി തീർത്തും സമാധാനപരമായി നടക്കുന്ന മാർച്ചിന് നേരെ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നു. കഴിഞ്ഞ ദിവസം CPM-ന്റെ മാർച്ചിന് ഏത് വിധേനയാണോ മൗനാനുവാദം നൽകിയത്, CPM-ന്റെ മാർച്ചിൽ BJP-യുടെ MP-യുടെ ഓഫീസിലേക്ക് ഇപ്പോൾ BJP ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടിലും പ്രതിഷേധിച്ച് തൃശൂർ കമ്മീഷൻ ഓഫീസിലേക്കുള്ള BJP-യുടെ പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ നീക്കം. അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് BJP-യുടെ ഭാഗത്തു നിന്നുമുണ്ടായിരിക്കുന്നത്. തൃശൂരിൽ പോലീസ് ഇന്നലെ വൈകിട്ടോടെ നടത്തിയ നരനായാട്ടിൽ CPM ഒത്താശയോടെ നടത്തിയ നരനായാട്ടിനെതിരെ വലിയ പ്രതിഷേധം വിരമ്പുകയാണ്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം വിരമ്പുന്ന തൃശൂരിൽ കമ്മീഷൻ ഓഫീസിലേക്ക് BJP-യുടെ പ്രതിഷേധ മാർച്ചിൽ ആയിരങ്ങളാണ് അണിനിരക്കുന്നത്. പോലീസിന്റെ കമ്മീഷൻ ഓഫീസിലേക്ക് BJP-യുടെ പ്രതിഷേധ മാർച്ച്. സാനു ശരിയാണ്. സാനു, ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ കമ്മീഷൻ ഓഫീസ് മാർച്ചിലേക്ക് അണിചേർന്നിരിക്കുന്നത്. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തിനുമുണ്ടായത്. കാരണം ഇന്നലെ അത്രയ്ക്കും നരനായാട്ടാണ് പോലീസിന്റെ ഭാഗത്തിനുമുണ്ടായത്. BJP ജില്ലാ നേതാക്കളെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വലിയ പ്രതിഷേധം തന്നെയാണ് ഇരമ്പിയാർക്കുന്നത് അല്ലേ? ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന്റെയും സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ ആയിരക്കണക്കിന് പങ്കെടുക്കുന്നത്. മറിച്ചിട്ടുകൊണ്ട് അല്ലെ ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും അതിലൊന്നും തടയാതെ പ്രവർത്തകർ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുന്നു. BJP-യുടെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചിൽ ആയിരക്കണക്കിന് ഇന്നലെ CPM-ന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർക്ക് നേരെ നടത്തിയിട്ടുള്ള നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് BJP പ്രതിഷേധം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തൃശൂർ സിറ്റി ജില്ലയിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിലാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രവർത്തകർ രേഖപ്പെടുത്തുന്നത്. പ്രവർത്തകരാണ് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുൻ സുരേന്ദ്രനടക്കം ഈ എന്തായാലും വലിയ പ്രതിഷേധത്തിനാണ് തൃശൂർ സാക്ഷ്യം വഹിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. ഒരു പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിച്ച് ഇനി പ്രവർത്തകർ പോയിട്ടില്ല. ബാരിക്കേഡുകളും തച്ചുടയ്ക്കാനല്ലേ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് ശേഷം മുൻ സംസ്ഥാന അധ്യക്ഷൻ ശോഭാ ചെയ്തുകൊണ്ട് സംസാരിക്കും. വീണ്ടും ജലപീരങ്കി മുന്നോട്ട് വരികയാണ്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാൻ വേണ്ടി ജലപീരങ്കിയുടെ പ്രയോഗിക്കുകയാണ്. അത് വീണ്ടും മുന്നറിയിപ്പ്. തൃശ്ശൂർ BJP-യുടെ പ്രതിഷേധ മാർച്ച് കമ്മീഷൻ ഓഫീസിലേക്കാണ് മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ ആയിരക്കണക്കിന് BJP പ്രവർത്തകരാണ് അണിചേർന്നിരിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഇരമ്പിയാർക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ പോലീസ് ജില്ലാ നേതാക്കളെ തല്ലിച്ചതച്ചതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തൃശൂർ കമ്മീഷൻ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ ഇപ്പോൾ ഇതാ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ വൈകിട്ടോടെ
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. ഇവിടെ ബോർഡുകളിൽ കരിയോയിൽ ഒഴിക്കുന്ന സമീപനമാണ് CPM പ്രവർത്തകർ സ്വീകരിച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ ബിബിൻ എന്നുള്ള പ്രവർത്തകനെ പോലീസ് പിടികൂടി പോലീസ് വാഹനത്തിൽ കയറ്റിയെങ്കിലും ബിബിനെ CPM നേതാക്കൾ ഇടപെട്ട് ഇറക്കിക്കൊണ്ടുപോകുന്ന സമീപനമുണ്ടായിരുന്നു. BJP ഓഫീസിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPM ഓഫീസിലേക്ക്, ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി. ഈ പ്രതിഷേധ മാർച്ചിനെയാണ് പോലീസ് തല്ലിച്ചറിച്ചത്. അതിക്രൂരമായ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. CPM ഇംഗിതത്തിന് വഴങ്ങി CPM നേതൃത്വത്തിന്റെ ഒത്താശയ്ക്ക് വിധേയമായി പോലീസ് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്നലെ കാണാൻ സാധിച്ചത്. BJP ജില്ലാ അധ്യക്ഷനെ ലാത്തി കൊണ്ട് തലക്കടിക്കുന്ന സമീപനം. ഇപ്പോഴും 4 BJP നേതാക്കൾ, ജില്ലാ നേതാക്കൾ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അല്പസമയം മുമ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചത്, ആശ്വസിപ്പിച്ചത്. ഇപ്പോഴിതാ തൃശൂർ കമ്മീഷൻ ഓഫീസിലേക്കാണ് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നിരിക്കുന്നത്. പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം ഉടലെടുത്തു കഴിഞ്ഞു. വലിയ പ്രതിഷേധമാണ്, പ്രതിഷേധ പ്രകടനങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരും പാലക്കാടും കൊല്ലത്തുമടക്കം ഇതിനകം പ്രതിഷേധം നടന്നു കഴിഞ്ഞു. വരും മണിക്കൂറുകളിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല ജില്ലകളിലും വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിന് ഇന്നലെ തന്നെ BJP സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തൃശൂർ കമ്മീഷൻ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇരമ്പൊന്ന പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധം. സംസ്ഥാന സർക്കാരിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ, CPM-നെതിരെ, കോൺഗ്രസിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇരമ്പിയാർക്കുന്നത്. കമ്മീഷണർ ഓഫീസിലേക്ക് BJP പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസിന്റെ അതിക്രമം ഇന്നും ഉണ്ടായിരിക്കുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. വിശദാംശങ്ങളുമായി അരുൺ നാലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കമ്മീഷൻ ഓഫീസിലേക്ക് BJP പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരന്നിരിക്കുന്നത്. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, തീർച്ചയായിട്ടും തീർത്തും സമാധാനപരമായി നടന്ന മാർച്ചിന് നേരെയാണ് പോലീസ് 2 തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ ജലപീരങ്കിക്ക് മുന്നിലൊന്നും മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP പ്രവർത്തകർ ഇപ്പോൾ ശക്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഏതായാലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. തൃശ്ശൂരിലെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഈ CPM-ന്റെ മാർച്ച് അത് സുരേഷ് ഗോപി MP-യുടെ ഓഫീസിന്റെ ഭാഗത്തേക്ക് നടന്നപ്പോൾ ആ മാർച്ചിനെ പോലീസ് അവർക്ക് എല്ലാ തരത്തിലുള്ള അക്രമം നടത്തുന്നതിനും വേണ്ടി സഹായം ചെയ്യുന്ന കാഴ്ച കണ്ടതാണ്. കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല തൂക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കയ്യും കെട്ടി നോക്കി നിന്ന് അതേ പോലീസാണ് BJP-യുടെ പ്രതിഷേധത്തിന് നേരെ 2 തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച് ഈ തീർത്തും സമാധാനപരമായി നടക്കുന്ന മാർച്ചിനെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഏതായാലും പോലീസിന്റെ ഈ ഇരട്ടത്താപ്പ് ഉൾപ്പെടെ തുറന്നു കാട്ടുക എന്നുള്ളത് തന്നെയാണ് BJP പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് അവർ പറയുന്നത്. കാരണം ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി, ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന പോലീസ് തങ്ങളുടെ മാർച്ചിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP പ്രവർത്തകർ ഇപ്പോൾ പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും തൃശ്ശൂരിലെ ഈ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന 2 സംഭവങ്ങൾ, ഒന്ന് സുരേഷ് ഗോപി MP-യുടെ ഓഫീസിലെ CPM പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടവും അക്രമവും, അതും ഒപ്പം തന്നെ അതിനുശേഷം പോലീസ് ഈ CPM-ന്റെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയപ്പോൾ ആ മാർച്ചിനെ തീർത്തും അടിച്ചമർത്തുന്ന കാഴ്ച. പ്രത്യേകിച്ചും BJP-യുടെ ഈ സിറ്റി ജില്ലാ അധ്യക്ഷനായ ജസ്റ്റിൻ ജേക്കബിന്റെ തല ഒരു ലാത്തി കൊണ്ട് തല്ലിപ്പൊളിക്കുന്ന കാഴ്ച ഉൾപ്പെടെ എല്ലാവരും കേരളം ഒന്നടങ്കം ജനം TV-യിലൂടെ കണ്ടതാണ്. അത്തരത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്ന ആ മാർച്ചിനെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം, ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം ജസ്റ്റിൻ ജേക്കബും പ്രദീപ് കുമാറും BJP-യുടെ
തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി അംഗമായ പ്രദീപ് കുമാറും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ PK ബാബുവും അതുപോലെ തന്നെ മുതിർന്ന നേതാവായ ഉല്ലാസ് ബാബുവും അജിത് മൂത്തേരി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ പോലീസിന്റെ ലാത്തിച്ചാർജിലും CPM-ന്റെ ആക്രമണത്തിലും പരിക്കേറ്റിട്ടുള്ളത്. ഇത്തരത്തിൽ BJP പ്രവർത്തകർക്ക് നേരെ ഈ പോലീസ് അതിക്രമം ഒരു ഭാഗത്ത് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ നടക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇതൊന്നും തങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJP-യുടെ പ്രതിഷേധം. തൃശ്ശൂരിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കനത്ത മഴ പെയ്യുന്നുണ്ട്. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്രയേറെ നൂറുകണക്കിന് പ്രവർത്തകർ അവർ ശക്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്ന കാഴ്ച, പ്രതിഷേധത്തിൽ ശക്തമായ സ്വരമാവുന്ന കാഴ്ച. സ്ത്രീകളും മറ്റും ഉൾപ്പെടെയാണ്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പോലീസ് മൂന്നാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് BJP-യുടെ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, മൂന്നാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് തീർത്തും സമാധാനപരമായി നടന്ന ആ ഒരു സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള പോലീസിന്റെ ശ്രമങ്ങൾ നടക്കുന്നു. പ്രവർത്തകരാരും ഈ ജലപീരങ്കിക്ക് മുന്നിലൊന്നും മുട്ടുമടക്കുന്നില്ല എന്ന് മാത്രമല്ല, ശക്തമായി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്, ശക്തമായി നിലയുറപ്പിച്ചുകൊണ്ട്, ആകാശത്തേക്ക് മുഷ്ടി ചുരട്ടിക്കൊണ്ട്, ഭാരതമാതാവിന് ജയ് വിളിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ശക്തമായി ഈ പോലീസിന്റെ അതിക്രമത്തെ, പോലീസിന്റെ നരനായാട്ടിനെ പ്രതിരോധിക്കുന്ന കാഴ്ച. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന പോലീസിന്റെ അതിക്രമം, പോലീസിന്റെ നരനായാട്ട് അതേതായാലും അംഗീകരിക്കാനാവില്ല. ആ പ്രതിഷേധത്തെ ഏതായാലും ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കുന്നു. പോലീസിന്റെ ജലപീരങ്കിയെ മൂന്നാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും തിരിഞ്ഞു പോവാൻ കൂട്ടാക്കാതെ തൃശ്ശൂർ നഗരത്തിൽ BJP-യുടെ പ്രതിഷേധം അത് ശക്തമായിട്ട് തുടരുന്നു. പോലീസ് ആണെങ്കിൽ ജലപീരങ്കി തലങ്ങനം വിലങ്ങിനെയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് നേരെ ഉൾപ്പെടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഈ ആകാശത്തേക്ക് ലക്ഷ്യമില്ലാതെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ എത്തിയിട്ടുള്ള സകല ആളുകൾക്ക് നേരെയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ അതിനു മുന്നിലൊന്നും മുട്ടുമടക്കുന്നില്ല. അത് ശക്തമായിട്ട് എത്ര തന്നെ തങ്ങൾ ജലപീരങ്കി പ്രയോഗിച്ച് പ്രതിഷേധത്തെ ഈ പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചാലും തങ്ങൾക്കതിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതാ BJP പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നു. അതാ വീണ്ടും അതാ BJP പ്രവർത്തകർ ശക്തമായ മുദ്രാവാക്യം മുഴക്കുന്നു. ഏതായാലും ശക്തമായ പ്രതിഷേധം ഈ മഴയത്തും തൃശ്ശൂർ നഗരത്തിലെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അത് തന്നെയാണ്. പോലീസിന്റെ ബാരിക്കേഡുകൾ ആദ്യം മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ആ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി വരെ BJP പ്രവർത്തകർ, BJP-യുടെ യുവമോർച്ച നേതാക്കൾ, യുവമോർച്ച പ്രവർത്തകർ ഒക്കെ ബാരിക്കേഡിന് മുകളിൽ കയറി ഉൾപ്പെടെ ശക്തമായി പ്രതിഷേധിക്കുന്ന കാഴ്ച. അതിനുശേഷം പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും മുട്ടുമടക്കാതെ നെഞ്ചും വിരിച്ച് BJP പ്രവർത്തകർ പോലീസിന്റെ നമുക്കറിയാം സ്വാഭാവികമായ പ്രതിഷേധമാണ് BJP-യുടെ ഭാഗത്തിനുമുണ്ടായത്. കാരണം ജില്ലാ നേതാക്കളെ തല്ലിച്ചെറിക്കുന്ന നരനായാട്ട് നടത്തുന്ന പോലീസിന്റെ സമീപനം, അതിനെതിരെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെയാണ് BJP പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സമാധാനപരമായി കമ്മീഷൻ ഓഫീസിലേക്ക് ജനാധിപത്യപരമായി പ്രതിഷേധം നടത്തിയ